ഓണക്കാലം കൂടി അടുത്തതോടെ ആലപ്പുഴ മാർക്കറ്റിലെ വ്യാപാരികൾ കൂടുതൽ പ്രതിസന്ധിയിലാണ്. തിരക്കേറിയ മാർക്കറ്റിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പോലീസ് ഈടാക്കുന്ന പിഴയാണ് വ്യാപാരികളെ വല്ലാതെ വലയ്ക്കുന്നത്. കടകൾക്ക് മുന്നിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് വലിയൊരു തുക പിഴയായി ഈടാക്കുന്നതോടെ കടകളിലേക്ക് ആരും എത്താറില്ല എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. മാർക്കറ്റിലെ ഇരുവശങ്ങളിലുമുള്ള കടകളിൽ ലോഡുമായി എത്തുന്ന ലോറികൾ, വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ എന്നിവ നിർത്തിയിടുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ തന്നെയാണ്. ഇടുങ്ങിയ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മറ്റ് ഇടമില്ല എന്നതിനാൽ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. എന്നാൽ ഗതിയില്ലാതെ ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് 500 മുതൽ 1000 രൂപ വരെയാണ് പോലീസ് പിഴയായി ഈടാക്കുന്നത്. അതിനാൽ തന്നെ പല സ്ഥാപനങ്ങളിലേക്കും എത്താൻ ആളുകൾ മടിക്കുകയാണ്. ഇത് കച്ചവടത്തെയും സാരമായി ബാധിക്കുന്നു. ഇത് മാർക്കറ്റ് റോഡാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, പച്ചക്കറികളും അതുപോലെ പലചരക്കൊക്കെ ആയിട്ട് വരുന്ന വാഹനങ്ങൾ വെക്കുന്ന റോഡ് ഈ മാർക്കറ്റിൻ്റെ സൈഡിലാണ്. അപ്പം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്. ഈ സൈഡിൽ, അത് റൈറ്റ് സൈഡിലിട്ടാണ് സാധനം ഇറക്കണമെന്ന്. അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ വെള്ള വര ഈ റോഡിൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതിനപ്പുറം വണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ ഫൈൻ അടിക്കുകയാണ്. ഈ ഫൈൻ അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഒരുപാട് വണ്ടിക്കാർക്കും ഫൈൻ അടിക്കുന്ന കാരണം പിന്നെ വ്യാപാരികൾക്ക് വല്ലാത്തൊരു ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം കച്ചവടക്കാർ വരുന്നില്ല, സാധനം വാങ്ങാൻ വരുന്നില്ല. ഇപ്പോഴത്തെ വിലക്കയറ്റം കാരണം വലിയ പ്രതിസന്ധിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാർ. കാരണം വ്യാപാരികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് വില വർധന കാരണം. അതിനിടയിൽ കച്ചവടക്കാർ സാധനം വാങ്ങാൻ വരുന്നില്ല. ആലപ്പുഴ മാർക്കറ്റിൽ വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ വാഹനങ്ങൾക്കൊക്കെ പോലീസ് കൊണ്ടടിക്കുന്ന ഫൈനുകൾ. അത് കാരണം സാധനം എടുക്കാൻ വന്ന് ഈ റോഡിൻ്റെ സൈഡിൽ വാഹനം ഇട്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾക്കും പിഴ ഈടാക്കുന്നതിനാൽ പലരും സാധനങ്ങൾ എത്തിക്കുന്നതിലും മടി കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ആയതിനാൽ തന്നെ തിരക്കേറിയ ഇടുങ്ങിയ റോഡിൽ ഗവൺമെൻറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ ഈ നിയമവ്യവസ്ഥ അധികൃതർ പാലിക്കാറില്ല എന്നതാണ് വ്യാപാരികളുടെ മറ്റൊരു ആക്ഷേപം. ആലപ്പുഴ നഗരത്തിലെ പ്രധാന മാർക്കറ്റ് എന്ന നിലയിൽ ആലപ്പുഴ മാർക്കറ്റിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി സംഘങ്ങളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം പിഴയൊടുക്കുന്നതിൽ നിന്നെങ്കിലും ഒരു മോചനമുണ്ടാവണം. ഇത് രണ്ടും നടന്നില്ല എങ്കിൽ ഭാവിയിൽ കച്ചവടം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.